അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായ റംല ബീവിയെ പറ്റിയാണ് കേട്ടോ, റളിയല്ലാഹു അൻഹ. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും കേട്ടോ. ഉമ്മു ഹബീബ എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ? ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റിയാണ് കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാൻ ഉണ്ടല്ലോ, ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയായിരുന്നു അബൂ സുഫിയാൻ, പിന്നീട് മുസ്ലിമായിട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ഖലീഫയും മരുമകനുമായിരുന്ന ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അമ്മായിയുടെ മകളായിരുന്നു കേട്ടോ. പിന്നീട് 5ാമത്തെ ഖലീഫയായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുമായിരുന്നു ഈ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഒരുപാട് ബുദ്ധിമുട്ടിയ മഹദിയാണ് കേട്ടോ. 2ാമത്തെ ഒരു സംഘം അബസീനിയയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട് കേട്ടോ. ആ സംഘത്തിൽ പെട്ടതാണ് ബീവിയും ഭർത്താവും ഉബൈദുള്ളയും കേട്ടോ. അവിടെ ചെന്നിട്ട് ഒരു കൊച്ചുണ്ടായി. ആ കൊച്ചിൻ്റെ പേരാണ് ഹബീബ. അതുകൊണ്ടാണ് ബീവിയെ ഉമ്മു ഹബീബ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോയിരിക്കെ ആ സമയത്ത് നജാഷി രാജാവ് മുസ്ലിം ആയ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബീവി ഒരു സ്വപ്നം കാണുന്നത്. തൻ്റെ ഭർത്താവ് ഉബൈദുള്ള വളരെ വികൃതനായ രീതിയിൽ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഇതിനെപ്പറ്റി ആരാഞ്ഞപ്പോൾ ആണ് സംഭവം മനസ്സിലായത്. അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ബീവി അതിലേക്ക് ക്ഷണിച്ചു. കാരണം അദ്ദേഹം കള്ളുകുടിയും മറ്റും ദുഷ്പ്രവർത്തികളായിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ഇസ്ലാം മതം അതിന് പറ്റിയ മതമല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ പതിയെ അതിലേക്ക് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറുമായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ കൊണ്ടൊന്നും ബീവി തളർന്നില്ല കേട്ടോ. ആരെ മുൻനിർത്തിയാണോ ഇസ്ലാം മതത്തിലേക്ക് വന്ന ആ ആൾ ഇന്നും ഉണ്ട് കേട്ടോ ബീവിയുടെ കൂടെ. അള്ളാഹു തആല ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വലിയ ഖുറൈശി കുടുംബത്തിലെ വലിയ നേതാവായിരുന്ന വാപ്പായും മറ്റു സംഘങ്ങളും ഒക്കെ മറുഭാഗത്ത് ഇവിടെ അന്യനാട്ടിൽ ഒറ്റയ്ക്ക്. ഇതൊക്കെ ഓർത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ ബീവി പിന്നീട് ജീവിച്ചത്. ഇതൊക്കെ താമസിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെയായിട്ട് പോരാടി ജീവിക്കുന്ന ബീവിയുടെ ജീവിതം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ സങ്കടം വരികയും റസൂലുള്ള ബീവിയെ വിവാഹം കഴിക്കാമെന്ന കാര്യം നജാഷി രാജാവിനെ അറിയിക്കുകയും ചെയ്തു. നജാഷി രാജാവ് ഇത് ഒരു ദാസി മുഖേന ബീവിയെ അറിയിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു വലിയനെ ഏർപ്പെടുത്തി. ആ സമയത്ത് അവിടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ അവിടെ ഉണ്ട് കേട്ടോ, ജാഫർ. അപ്പോൾ അദ്ദേഹമാണ് റസൂലുള്ളാഹിക്ക് പകരം വലിയായിട്ട് നിന്നിട്ട് ബീവിയെ വിവാഹം കഴിച്ചത് കേട്ടോ. എന്നിട്ട് നജാഷി രാജാവ് എന്ത് ചെയ്തു? ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കൊടുത്ത് അബസീനിയയിൽ നിന്നിട്ട് ബീവിയെ കപ്പൽ മുഖാന്തരം മദീനയിലേക്ക് കയറ്റി അയച്ചു കേട്ടോ. അപ്പോൾ ബീവി അവിടെ വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൈബർ യുദ്ധത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ അതിനുശേഷം ഹൈബർ യുദ്ധവും കഴിഞ്ഞ് വന്ന് ബീവിയുമായിട്ട് കണ്ടു. ഒരുപാട് അവർ അവിടുത്തെ കാര്യങ്ങളും ജീവിത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പിന്നീട്